ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ തിരുമേനി, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, ഈ ദിവസത്തിന് രണ്ട് പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട്. ഒന്ന്, സഭാവർഷം ആരംഭിക്കുന്ന കൂദശീത്തോ ഞായറാഴ്ച അല്ലെങ്കിൽ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസം. അത് ഈ ഞായറാഴ്ചയാണ്. ഇന്നു മുതൽ ഒരു വർഷക്കാലത്തേക്ക് കർത്താവിൻ്റെ ആഗമനം മുതൽ പുനരാഗമനം വരെയുള്ള എല്ലാ സംഭവങ്ങളെയും പ്രത്യേക കാലഘട്ടമായി തിരിച്ചുകൊണ്ട്, 7 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് വിശ്വാസികളുടെ പഠനത്തിനും ധ്യാനത്തിനും മനനത്തിനുമായി ആ വിധത്തിൽ സഭ ചിത്രീകരിച്ച് വേർപിരിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ഓർക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കൂദശീത്തോ ഞായറാഴ്ച എന്ന നിലയിൽ സഭയുടെ ശുദ്ധീകരണത്തിൻ്റെ ദിവസം. സഭയുടെ എന്ന് പറയുമ്പോൾ നമ്മിൽ നിന്ന് അന്യമായ ഏതോ ഒരു സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ ശുദ്ധീകരണം എന്നല്ല, ഞാൻ ഉൾക്കൊള്ളുന്ന, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തെയാണ് അത് കുറിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രാധാന്യം ഈ ദിവസത്തിനുള്ളത്, ഇന്ന് മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയെ നാം പ്രത്യേകം അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 113-ാം ചരമവാർഷികം ഇന്നും നാളെയുമായി അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ഈ പുണ്യസ്ഥലത്ത് നടത്തപ്പെടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഞാൻ കൊണ്ടുവരുന്ന ഒരു വാക്യം നമുക്കൊക്കെ പരിചയമുള്ള ഒന്നാണ്. വലിയ നോമ്പിലെ നമസ്കാരത്തിൽ, സൂത്രാല നമസ്കാരത്തിൽ നാം എന്നും ഉരുവിടുന്ന ഒരു സങ്കീർത്തനമുണ്ട്, 4-ാം സങ്കീർത്തനം. അതിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവീൻ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. ഇത് നമ്മൾ സുറിയാനി ചൊല്ലുന്നത് ഇങ്ങനെയല്ല. സുറിയാനി എന്നുള്ള പരിഭാഷ നമ്മൾ നമസ്കാരത്തിൽ കടന്നെത്തിയിരിക്കുന്നത് യഹോവ എന്നുള്ള വാക്കില്ല, കർത്താവ് അത്ഭുതത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ എന്നാണ് നാം ചൊല്ലുന്നത്. ഞാൻ ആ പരിഭാഷയോട് യോജിക്കുന്നില്ല. തിരഞ്ഞെടുക്കവൻ എന്നുള്ളതിനേക്കാൾ യുക്തമായിട്ടുള്ളത് യഹോവ തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വാക്കിന്, ഭക്തൻ എന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ മൂലഭാഷയിലെ വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധൻ, ഭക്തൻ, പരിശുദ്ധൻ, നീതിമാൻ, വിശ്വസ്തൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളുള്ള ഒരു വാക്കാണ് യഹോവ വേർതിരിച്ചിരിക്കുന്നവൻ ആര് എന്നുള്ളതിനെ പറ്റി പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവനെ എന്നുള്ള വാക്ക് തികച്ചും അത് അപര്യാപ്തമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അവിടെ യഹോവ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? എ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യനെയും ദൈവഭക്തനെയും യഹോവ, എ ഗോഡ്ലി മാൻ, അങ്ങനെയുള്ള ഒരാളിനെ യഹോവ വേർതിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവീൻ. ഈ വാക്യം പരിശുദ്ധനായ പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമാണ്. കർത്താവ് തൻ്റെ ഭക്തനെ, ബാല്യം മുതൽ ഭക്തിയുടെ മാർഗത്തിൽ ചരിച്ചവൻ, നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും തപശ്ചര്യകളുടെയും അനുഷ്ഠാനത്തിൽ കൂടി ജീവിച്ച് വളർന്ന് ആത്മീയമായ ആ ശക്തി ആർജിച്ചവൻ, അങ്ങനെയുള്ള അദ്ദേഹത്തെ എന്തിനായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്? 3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. യഹോവ ഈ പിതാവിനെ വേർതിരിച്ചിരിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, പലതുണ്ട്, അതിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് 3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, ടു ബി ദ ബീക്കൺ ലൈറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ പ്രകാശ ഗോപുരമായി തീരുവാൻ, ലോകത്തിന് വെളിപ്പെടുവാൻ
ആധ്യാത്മികതയുടെ പ്രകാശഗോപുരമായി ലോകത്തിന് തെളിയുവാൻ, വെളിപ്പെടുവാൻ അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് ഓർക്കണം, 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ധാർമ്മികമായ അധപ്പതനവും ഭൗതികത്വത്തിന്റെ അതിപ്രസരവും സഭയുടെ അന്തരീക്ഷത്തിൽ കലഹത്തിൻ്റെതായിരിക്കുന്ന കലുഷിതമായിരിക്കുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായി. അങ്ങനെ മൂല്യച്യുതിയും ധാർമ്മിക അധപ്പതനവും ഉണ്ടായ ഒരു ഘട്ടത്തിൽ വാട്ട് ഈസ് സ്പിരിച്വൽ, എന്താണ് ആധ്യാത്മികത, എങ്ങനെയാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്ന് അന്നത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, ലുക്ക് ഹിയർ ഹീസ് എ സ്പിരിച്വൽ മാൻ, ഇവിടെയുള്ള യഹോവയുടെ ഭക്തനായ ഒരുവൻ എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ വേർതിരിക്കുകയായിരുന്നു. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കരിമലത്തിൽമേനി എങ്ങനെയാണ് പരിശുദ്ധന്റെ ഉന്നതമായ കൊടുമുടിയിലേക്ക് എത്തിച്ചേർന്നത്? പെട്ടെന്ന് പൊടുന്നതിനെ എത്തിയതല്ല. ബാല്യം മുതൽ തന്നെ തപശ്ചര്യകൾ കൊണ്ട് നോമ്പിന്റെയും ജാഗരണത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ചിട്ടപ്പെട്ട ജീവിതത്തിന്റെയും സുഖഭക്ഷണവും അതിഭക്ഷണവും വെടിഞ്ഞ് ആഡംബരങ്ങളെ പരിത്യജിച്ച് അങ്ങനെ നിഷ്ഠയുള്ള ഒരു ജീവിതം നയിച്ച് പടിപടിയായിട്ട് ആത്മീയതയുടെ ഉന്നത തലത്തിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് എന്തിന് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൽ നിന്ന് ഈ പ്രകാശം നമ്മിലേക്ക് പകരുവാൻ, അത് ഏറ്റെടുക്കുവാൻ. അതാ പരിമലത്തിന്മേലുള്ള പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, ഒരു പദയാത്ര നടത്തിയാൽ പരിമല പെരുന്നാളായി. ഇന്ന് പദയാത്രയും പരിമല പെരുന്നാളും തമ്മിൽ പര്യായങ്ങളായി തീർന്നിരിക്കുകയാണ്. അത് തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് ഞാൻ പറയും. പദയാത്ര ചെയ്യുന്നത് നല്ലത്, നിങ്ങൾക്ക് ആ ഒരു വിധത്തിൽ ഭക്തിയോടെ. പക്ഷേ ഞാൻ കാണുന്നത് സംസാരിച്ചും ഇടയ്ക്ക് വരുത്തി കിട്ടുന്നത് വാങ്ങിച്ചിന്നെയും ഒക്കെ ആയിട്ട് ഇവിടെ വരെ ഒന്ന് വന്ന് നേർച്ചയും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളൊരു മിഥ്യാസങ്കല്പം നമ്മെ ബാധിച്ചിട്ടുണ്ട്. തെറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഇവിടെ വന്നേച്ചു പോകുന്നതല്ല. അതുകൊണ്ടാണ് പരിമല 2 കുർബാന വയ്ക്കുന്നത് തന്നെയും ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി. ആദ്യം അടുത്തുള്ളവർക്കൊക്കെയും ഒന്ന് സംബന്ധിക്കാം, പിന്നീട് മറ്റുള്ളവർക്ക് വരാം. അങ്ങനെ ആത്മീയമായ ചൈതന്യം ഈ മേശയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഒരു ശക്തി ആർജിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശങ്ങളായി തീരുവാൻ നമ്മെ പ്രചോദിപ്പിക്കുവാനാണ് പരിമലത്തിന്മേലുള്ള പെരുന്നാൾ. ഈ കാര്യം നാം പ്രത്യേകിച്ചും ഓർക്കണമേ എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. ആണ്ടിൽ ഒരിക്കൽ ഒരു പദയാത്ര നടത്തിയും മടങ്ങിപ്പോകുന്നതോടുകൂടി ആത്മീയതയെല്ലാമായി എന്നുള്ള മിഥ്യാസങ്കല്പമുണ്ടെങ്കിൽ അത് മാറ്റണം. നമ്മുടെ ജീവിതത്തിന് ഈ പ്രകാശം എങ്ങനെ സൂര്യനിൽ നിന്ന് ചന്ദ്രനിലേക്ക് പ്രകാശം പ്രതിഫലിക്കുന്നുവോ, ഈ വലിയ ആധ്യാത്മിക ഗോപുരത്തിൽ പ്രകാശത്തിൽ നിന്ന് നമ്മിലേക്ക് ചൈതന്യം ഉണ്ടായിട്ട് എല്ലാ ജീവിതത്തിന്റെ തിരുത്തലുകൾക്കും നാം സന്നദ്ധരാകുന്നു എങ്കിൽ മാത്രമേ തിരുമേനിയുടെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ എന്ന് നാം ഓർക്കണം. അതുകൊണ്ടാണ് ഈ ദിവസം, അതായത് സഭയുടെ കൂദോശീത്തോയും പരിമലത്തിന്മേലുള്ള പരിശുദ്ധന്റെ ഓർമ്മയും അടുത്തടുത്ത് വരുന്നത് ദൈവനിശ്ചയമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് സഭാമക്കൾക്കൊരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകമായി ഓർക്കുന്ന സമയത്ത്, നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. ഇതാണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. കാമാർത്ഥികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനകളിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. Put a full stop to such kind of wicked life. അത്തരത്തിലുള്ള ജീവിതത്തിനൊരു വിരാമം ഇട്ടിട്ട് ഇന്നിവിടെ സംബന്ധിക്കുന്ന സമയത്ത് ഈ ആധ്യാത്മിക ജ്യോതിസിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിലേക്ക് പോകുവാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഈ പിതാവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകണം. അതാണ് നമ്മുടെ കർത്തവ്യം.
പരിമലത്തിനുമേൽ പരിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. ആ തിരുമേനിയുടെ മാർഗത്തെ പിന്തുടർന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുകയും ദൈവത്തിൻ്റെ ആ നൽവരങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ആകയാൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വം, ഈ വലിയൊരു ദൗത്യം ഈ പെരുന്നാളിന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുക തുടരുകയാണ്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. പരിമലത്തിനുമേനി ഒരു ആത്മീയ ജ്യോതിസായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ നടുവിൽ പ്രകാശമുള്ള വെളിച്ചങ്ങളായി നിങ്ങൾ തീരണം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വം നാം മനസ്സിലാക്കണമേ എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ടു ബി എ ബീക്കൺ ലൈറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ പ്രകാശഗോപുരമായി തീരുവാൻ പരിമലത്തിനുമേനിയെ ഈ ഭക്തനെ യഹോവ വേർതിരിച്ചു. ആ ഭക്തനിൽ നിന്ന് ആ പ്രകാശത്തിന്റെ രശ്മികൾ ഏറ്റുകൊണ്ട് നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗത്തിൽ ചരിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. രണ്ടാമത്, ഈ വിശുദ്ധനെ വേർതിരിച്ചതിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആസ് എ സോഷ്യൽ റിഫോമർ, ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ എങ്ങനെയായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്നുള്ളത് അന്നത്തെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. ഉച്ചനീചത്വങ്ങൾ നടമാടിയിരുന്ന ഘട്ടം, ജാതി വ്യവസ്ഥിതി ഇത്രയധികം തീണ്ടലും തൊഴിലുമുള്ള ഒരു കാലം, അങ്ങനെയുള്ളൊരു ഘട്ടമായിരുന്നു അന്നത്തത്. രാജവീതിയിൽ കൂടി പട്ടിക്കും പൂച്ചയ്ക്കും കഴുതയ്ക്കും കുതിരയ്ക്കും ഒക്കെ പോകാം, മനുഷ്യർക്ക് സഞ്ചരിക്കുവാൻ പാടില്ല, അവർ തീണ്ടാപ്പാട് അകലെ നിൽക്കണം. ഇങ്ങനെ ജാതിയുടെ പേരിൽ അന്നതിന് മനുഷ്യരെ വേർതിരിച്ചിരുന്ന ഒരു കാലത്ത് ആ വളരെ അധപ്പതമായിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ പരിമലത്തിനുമേനിയുടെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. അദ്ദേഹത്തിന് മനുഷ്യരെ മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ സമസൃഷ്ടികളായി കണ്ട് അവരോട് സഹതാപവും അവരോട് സ്നേഹവും പുലർത്തിയ ഒരു തിരുമേനി ആയതുകൊണ്ട് ഈ താഴ്ന്ന ജാതിയിൽ കിടക്കുന്നവരെ പറ്റി വലിയ ഉത്കണ്ഠ തിരുമേനിക്കുണ്ടായിരുന്നു. അദ്ദേഹം യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. പുണ്യയാത്ര, കർത്താവിന്റെ പാദസ്പർശമേറ്റ ആ സ്ഥലങ്ങളൊക്കെയും സന്ദർശിച്ച് അവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും രക്ഷകനായിരുന്ന ക്രിസ്തുവിന്റെ ആ സന്ദേശത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നിട്ട് ഈ പുണ്യസ്ഥലത്ത് പരിമലയിൽ അദ്ദേഹം ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രസ്താവനകൾ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്, അന്നിവിടെ കൂടിയിരുന്ന ജനത്തോട് പ്രസംഗിച്ചത്, ക്രിസ്ത്യാനികളായി നാം ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് ആലോചിക്കാം. ഈ നാട്ടിൽ അജ്ഞാനികളായി ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന അനവധി ആളുകൾ ഉണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു വരുന്ന പുലയർ മുതലായവർക്ക് രാജപാതിയിൽ കൂടിയുള്ള സഞ്ചാരമോ സമസൃഷ്ടങ്ങളോടുള്ള അടുപ്പമോ സാധ്യമല്ലാതാണ് ഇരിക്കുന്നത്. ഈ സാധുക്കൾക്ക് സത്യമായ ദൈവവിശ്വാസം ഉണ്ടാകേണ്ടതും അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കേണ്ടതും അവർക്ക് അറിവ് ഉണ്ടാക്കി കൊടുക്കേണ്ടതും അവരെ പാപങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതും നമ്മുടെ മുഖ്യമായ കർത്തവ്യമാകുന്നു. ഇതാണ് പരിമലത്തിനുമേനിയുടെ ദർശനം. അദ്ദേഹത്തെ അക്കാലത്ത് നാം പ്രത്യേകിച്ച് ഓർക്കണം. മഹാത്മാഗാന്ധി ഹരിജനോദ്ധാരണമെന്ന് തുടങ്ങുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുവിന്റെ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കുറിക്കുന്നതിന് മുമ്പ് പരിമലത്തിനുമേനിയിൽ ഉദിച്ചുയർന്ന ഈ ചിന്ത ഇന്നുള്ള പലരും ഓർക്കാറില്ല. അദ്ദേഹത്തെ ഒരു പുണ്യവാനായി കണ്ണാടിക്കൂട്ടിൽ വെച്ചുകൊണ്ട് നാം പൂജിക്കുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിലുപരിയായി ഒരു വലിയ സാമൂഹ്യ ദർശനം ഉണ്ടായിരുന്ന ആൾ. താഴ്ന്ന ജാതിക്കാരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ മനുഷ്യരെ വേർതിരിക്കുന്ന അന്നത്തെ വിഭാഗീയ ചിന്തയ്ക്ക് എതിരായിട്ട് അവരെ ഉദ്ധരിക്കുവാനുള്ള കടമ നമുക്കുണ്ട് എന്ന് തന്റെ
മക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഭയുടെ ഒരു വലിയ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുകയായിരുന്നു ചെയ്തത് എന്ന് നാം ഓർക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് വിജാതീയ മിഷൻ ആരംഭിക്കുന്നത്. അതുവരെ താഴ്ന്ന ജാതിക്കാരുടെ അടുക്കിലേക്ക് പഠിച്ചുള്ളവരിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ മലങ്കര സഭയുടെ മഹാന്മാർക്ക് ആർക്കും ഇടയായിട്ടില്ല. എന്തുകൊണ്ട്? ഇവിടെ സഭകൾക്കുള്ള 72 പദവികളുണ്ട്. ആ പദവികൾ ഈർമ്മിപ്പിടിച്ചുകൊണ്ട് താഴ്ന്ന ജാതിക്കാരുമായി ഇടപെട്ട് കഴിഞ്ഞാൽ ആ പദവികൾ പോയിപ്പോകും എന്നുള്ള മൂഢവിശ്വാസം കൊണ്ട് അവരിലേക്ക് കടന്നെത്തുവാൻ വൈമുഖ്യം കാണിച്ച ഒരു തലമുറയാണ് അതിന് മുമ്പുള്ളത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഈ താഴ്ന്ന ജാതിക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹം ഉത്സാഹിച്ചു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അറിവ് പകരുവാൻ. അത് അദ്ദേഹത്തിന്റെ വലിയൊരു ദർശനമായിരുന്നു. കാരണം അന്ന് അവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനമില്ലാതിരുന്നൊരു കാലമാണ്. എല്ലാവർക്കും ഒന്നുപോലെ പഠിക്കുവാൻ അവസരം ഉണ്ടാക്കുവാൻ അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹം തലക്കെട്ടിട്ടതാണ് MGM സ്കൂൾ. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തുമ്പമനുള്ള MGM സ്കൂൾ, കുന്നംകുളത്തുള്ള MGD സ്കൂൾ, മുളന്തുരുത്തി പള്ളിക്ക് നേരെ താഴെയുള്ള ഇന്നത്തെ ഗവൺമെന്റ് സ്കൂളായിരിക്കുന്ന ആ വിദ്യാലയം, ഇങ്ങനെ എത്ര വിദ്യാലയങ്ങൾ അദ്ദേഹം തുടങ്ങി. എന്തിനാ ഇതൊക്കെയും? സമൂഹത്തെ അജ്ഞാനത്തിൽ നിന്ന്, അന്ധതയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ദർശനത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അന്നാണ് ഈ മറ്റ് ജാതിക്കാരിലേക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർണരായിരിക്കുന്ന താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളെ സഭയിലേക്ക് ആദ്യമായി മലങ്കര സഭയിൽ ചേർത്ത് തുറക്കുവാൻ തക്കവണ്ണം തുടക്കം കുറിച്ചത് പരിമല തിരുമേനിയാണെന്നും കൂടി ഓർക്കണം. അക്കാലത്ത് കല്ലിശ്ശേരി, അതുപോലെ തന്നെ കാർത്തികപ്പള്ളി, വെളിയനാട്, അതുപോലെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ ധാരാളമായി സഭയിലേക്ക് അന്ന് പരിവർത്തനം ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പുറപ്പ് ഏറ്റുകൊണ്ട് പിന്നീട് വന്ന ആളായിരുന്നു പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ശ്രീപാദാസ സമൂഹത്തിന്റെ പ്രവർത്തകനായി പിന്നെയും ആ പുറപ്പ് മറ്റൊരാളിൽ വീണു, ഗീവറീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. പിന്നീട് ഇപ്പൊ ആരില്ല വീണിരിക്കുന്ന എനിക്ക് നിശ്ചയമില്ല. സഭ എവിടെയൊക്കെ എങ്ങനെയെന്നുള്ളത് ആ മിഷനെ പറ്റിയുള്ള ഒരു ദർശനം, അത് പരിമല തിരുമേനി ആ ദീപം കൊളുത്തി വെച്ചുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം അത് പര്യാപ്തമാണെന്ന് അദ്ദേഹം കാണുകയും അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ആധ്യാത്മികയുടെ പ്രകാശ ഗോപുരമായി മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം പ്രസരിപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. രണ്ടാമത്, സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ മാറ്റിയിട്ട് അന്ധകാരത്തെ നിവാരണം ചെയ്തിട്ട് അജ്ഞതയെ നീക്കം ചെയ്തിട്ട് വെളിച്ചത്തിലേക്ക്, സത്യവെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അതിനായിട്ട് ആസ് എ സോഷ്യൽ റിഫോമർ യഹോവ ഈ ഭക്തനെ വേർതിരിച്ചു. ഞാൻ എത്ര കാര്യം പറയാമെന്നാ പറഞ്ഞത്? 3 കാര്യങ്ങളെന്നാ പറഞ്ഞത്. 2 പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, he was a defender of faith. വിശ്വാസത്തിന്റെ സംരക്ഷകനായിട്ടാണ് യഹോവ ഈ ഭക്തനെ വേർതിരിച്ചത്. ആ കാലയളവിലാണ് നവീകരണത്തിന്റെ കൊടുങ്കാറ്റ് പ്രത്യേകിച്ച് തെക്കൻ മധ്യ കേരളത്തിലും തെക്കൻ ഭാഗത്തേക്കും ഞടിച്ചുകൊണ്ട് സത്യവിശ്വാസത്തെ കടമൊഴുക്കി ഒഴുക്കുവാൻ തക്കവണ്ണമുള്ള വലിയ പ്രചണ്ഡവാദമായിരുന്നു നവീകരണത്തിൻ്റെത്. മിഷനറിമാർ ഇവിടെ വന്ന് നല്ലത് പലതും ചെയ്തിട്ടുണ്ട്. ആദരവോടെ പ്രത്യേകിച്ച് അവരുടെ സേവനത്തെ ഒരിക്കലും ചെറുതായി ഞാൻ കാണുന്നില്ല. ബൈബിള് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കത്തക്ക ഒരു കാര്യമാണ്. നമ്മൾ 2000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നും പാരമ്പര്യമുണ്ടെന്നും ഊറ്റം കൂടുന്നത് നമുക്ക് 19ാം നൂറ്റാണ്ട് വരെ സ്വന്തം ഭാഷയിൽ വേദപുസ്തകം പോലും ഉണ്ടാക്കാൻ ത്രാണിയില്ലാതിരുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു ചരിത്രമേ നമുക്കുള്ളൂ. അതിനൊരു മാറ്റം വരുത്തിയത് ഈ മിഷണറിമാരുടെ രംഗപ്രവേശമാണ്. അവരുടെ നന്മയൊക്കെ ഞാൻ സമ്മതിക്കുന്നു, ചെയ്തിട്ടുള്ള സേവനത്തെ ഞാൻ പ്രശംസിക്കുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം
അതിന് സനാതനമായ പല വിശ്വാസങ്ങളെയും അവർ ചോദ്യം ചെയ്തുകൊണ്ട് വാങ്ങിപ്പോയവരെ ഓർക്കുന്നത് പരിമലത്തിനുമേലുള്ള ഓർമ്മ അവർക്കത് നിഷിദ്ധമാണ്, വേദപുസ്തകത്തിൽ നിരക്കാത്തതാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയുള്ള പലതും അന്നുണ്ടായിരുന്ന സഭയുടെ ആ സനാതന വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് നവീകരണത്തിന് കൊടുങ്കാറ്റ് ഉയർന്നു. മറ്റൊരു ചെറിയ ചുഴലിക്കാറ്റ് ഉയർന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നായിരുന്നു. യൂയോ മതം, അതിൻ്റെ വംശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ചെന്നിത്തലയും തോട്ടിക്കാട്ടും മഞ്ചേരിയിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അന്ന് ഇതൊരു വലിയൊരു ചലനം സൃഷ്ടിച്ചു. ജൂസഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആള് 5.5 വർഷം കൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും അന്നൊരു വലിയ ചലനം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. ഇതിനെതിരായിട്ടും നവീകരണത്തിൻ്റെ ദുരുപദേശങ്ങൾക്കെതിരായിട്ടും ആഞ്ഞടിച്ചത് പരിമലത്തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഇടവക പത്രികയിലുണ്ട്. അവ നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ എത്രമാത്രം അദ്ദേഹം ഈ കാര്യത്തിന് വേണ്ടി, സത്യവിശ്വാസത്തിൻ്റെ ആ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന്. വൈദിക സെമിനാരി കോട്ടയത്തത് അതിന് പ്രത്യക്ഷമോ അല്ലാതായപ്പോൾ ഈ പരിമല സെമിനാരി ആരംഭിച്ചത് തന്നെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ, അത് പര്യാപ്തരായ വൈദികരെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരിമല തിരുമേനിയെപ്പറ്റി ഞാൻ കാണുന്ന മൂന്നാമത്തെ അദ്ദേഹത്തെ ദൈവം വേർതിരിച്ചതിൻ്റെ ലക്ഷ്യം സത്യവിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് എല്ലാ ഇടവകളിലേക്ക് ചെന്നെത്തിയാൽ, നാട്ടിൻ പുറത്തായിരുന്നാലും പട്ടണത്തിലായിരുന്നാലും വിശ്വാസ വിപരീതങ്ങളുടെ നുഴഞ്ഞുകയറ്റം വളരെ ശക്തമാണ്. കൊഴിഞ്ഞു പോക്കും കുറവൊന്നുമല്ല. അത് പലതും നമുക്ക് അവർ പറയുവാൻ കാണുമായിരിക്കാം. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. സഭാ നേതൃത്വം അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഈ നുഴഞ്ഞുകയറ്റവും കൊഴിഞ്ഞു പോക്കും രണ്ടും ഒന്നുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പരിമല തിരുമേനിയുടെ പ്രത്യേകമായിരിക്കുന്ന ഓർമ്മ നാം നടത്തുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, സനാതനമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനത്തെ ആ ഒരു വഴിയിൽ നിലനിർത്തുവാൻ ഉള്ള ഒരു വലിയ ശ്രമമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഞാനൊരു വാക്കുകളെ ചുരുക്കട്ടെ. യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവീൻ. എത്രാമത്തെ സങ്കീർത്തനമാണ്? 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം മറക്കരുത്. ഈ ഭക്തനെ വേർതിരിക്കുന്നതിന് ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം അന്നത്തെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ നടക്കുവാനുള്ളതല്ല. 21-ാം നൂറ്റാണ്ടിൽ ഇന്നുള്ള നമുക്ക് ആ കാര്യങ്ങളൊക്കെയും പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിമല തിരുമേനിയുടെ ഈ പെരുന്നാൾ ദിവസം നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് ആ തിരുമേനിയുള്ള ആദരവ്, ആ തിരുമേനിയുള്ള നമ്മുടെ ബഹുമാനവും ആ സ്മരണയും അതൊന്നുകൂടെ പുതുക്കുന്നതിനും അതൊന്നുകൂടി നമ്മെ തന്നെ പ്രതിജ്ഞാബദ്ധരാക്കുന്നതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാവട്ടെ.